അതിനപ്പുറത്തേക്ക് സജി കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ആദർശ് നോക്കൂ, വളരെ വലിയ തരത്തിലുള്ള ഒരു വിജയം ഈ പ്രതിഷേധത്തിന് ലഭിച്ചിരിക്കുന്നു. പക്ഷെ അപ്പോഴും പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. NDA പിരിച്ചുവിടുന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുകയാണ്. നാളെ ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിക്കുവാൻ പോകുന്ന ബില്ല് ഒരു പരിഹാരമാണെന്ന് SFI കരുതുന്നുണ്ടോ? ഈ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഉള്ളടക്കം എന്താണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ഈ പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് NDA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അതിന്റെ കഴിഞ്ഞ ദിവസം ഡോക്ടർ V ശിവദാസൻ MP പാർലമെന്റിൽ ചോദിച്ച ഉത്തരത്തിന് വന്ന മറുപടി എന്ന നിലയിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് കേവലം 29 പേർ, അത് ഡെപ്യൂട്ടേഷനിൽ വന്ന 29 പേർ മാത്രമാണ് ഒരു വർഷം 65 ലക്ഷം വിദ്യാർത്ഥികളാണ് NDA നടത്തുന്ന പരീക്ഷകൾ എഴുതുന്നത്. 65 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അതിന്റെ ക്രമീകരണം നടത്തുന്നതിന് വേണ്ടി ആകെയുള്ളത് 29 സ്റ്റാഫുകളാണ്. അത് ഡെപ്യൂട്ടേഷൻ വന്ന സ്റ്റാഫുകൾ. അതോടൊപ്പം തന്നെ അവർ ഔട്ട്സോഴ്സ് ചെയ്യുന്ന 73-ലധികം വരുന്ന കരാർ ജീവനക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ളതാ. ഇത്രയും ഉത്തരവാദിത്തപ്പെട്ട ഒരു പരീക്ഷ നടത്തുന്നതിന് വേണ്ടി ഒരു പെർമനന്റ് പോസ്റ്റോ ഒരു പെർമനന്റ് സംവിധാനമോ ഇല്ല. അതായത് ഈ നാഷണൽ ഇപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് അനിവാര്യമായിരുന്നു. അതായത് ഈ വിദ്യാഭ്യാസ സംവിധാനത്തെ, രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനത്തെ തകർത്തെറിഞ്ഞത് അദ്ദേഹവും BJP നേതൃത്വം നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുമായിരുന്നു. അപ്പം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജി ഒരു ഒന്നാമത്തെ മുദ്രാവാക്യമായിരുന്നു. അതോടൊപ്പം തന്നെ ചേർത്ത് വെക്കേണ്ട ഒന്നാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ന് നാഷണൽ ടോർച്ചറിംഗ് ഏജൻസിയായ അത് സ്ക്രാപ്പ് ചെയ്യുക, അത് പിരിച്ചുവിടുക. ഞങ്ങൾ ആവശ്യപ്പെടുന്ന എന്താ? ഡീസെൻട്രലൈസ്ഡ് എക്സാമിനേഷൻ നടക്കണം. സംസ്ഥാനങ്ങളിലേക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരീക്ഷകൾ നടത്താനുള്ള സംവിധാനം ഡീസെൻട്രലൈസ്ഡ് ആയിട്ട് പരീക്ഷകൾ നടക്കണം. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഈ പരീക്ഷ നടത്താൻ യാതൊരു കപ്പാസിറ്റിയുമുള്ള ഏജൻസിയല്ല. അത് നീറ്റ് പരീക്ഷ മാത്രമല്ല ഈ ക്രമക്കേട് നടന്നത്. ഈ കഴിഞ്ഞ മാസം നടന്ന നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമാനമായ മാതൃകയിൽ 2024 അതേ ചോദ്യ പേപ്പർ 2026 കൊടുക്കുന്നു. ഏകദേശം 60-ലധികം ചോദ്യ പേപ്പറാണ് ഇപ്പം ജോഗ്രഫിയിൽ 60-ലധികം ചോദ്യ പേപ്പർ വന്നു. സോഷ്യോളജിയിൽ ഇത് തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരുന്നു. അതോടൊപ്പം തന്നെ ഈ ഓപ്ഷൻ, അതായത് 2024 അതേ ഓപ്ഷനുകൾ 2024 ക്വസ്റ്റ്യനും ഓപ്ഷനുകളായിട്ട് വരുന്നു. അപ്പം ഈ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ ക്രമക്കേടുകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ പരീക്ഷാ പേപ്പർ ചോർന്നത് NDAയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഇതിപ്പോ എത്ര പേരെ പിരിച്ചുവിട്ടിട്ടോ നടപടി എടുത്തിട്ടോ എന്നുള്ളതല്ല. ഇവിടെ ആ ഏജൻസിക്ക് പരീക്ഷ നടത്താനുള്ള സംവിധാനമില്ല, അതിനുള്ള കപ്പാസിറ്റി ഇല്ല. ആ ഏജൻസി പിരിച്ചുവിടുക. അത് പിരിച്ചുവിടുന്നവരെ SFIയുടെ സമരം രാജ്യവ്യാപകമായി തന്നെ തുടരുമെന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ദേശീയ വിദ്യാഭ്യാസ നയം, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, അത് ഇന്ന് നാഷണൽ എക്സ്ക്ലൂഷൻ പോളിസിയാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ രാജ്യത്തെ പൊതുവിദ്യാലയങ്ങൾ പൂട്ടപ്പെടുന്നു. 1,20,000-ലധികം പൊതുവിദ്യാലയങ്ങൾ പൂട്ടപ്പെടുന്നു. കേന്ദ്ര സർവകലാശാലകളുടെ ഫീസ് പരിധി വർദ്ധിപ്പിക്കുന്നു. ആ നിലയിൽ പെർമനന്റ് സ്റ്റാഫുകൾ, പെർമനന്റ് അധ്യാപകർ, പ്രൊഫസർമാർ IITകളിലില്ല, കേന്ദ്ര സർവകലാശാലകളിലില്ല. അപ്പൊ ഇതെല്ലാം തന്നെ ഉള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി ഇന്ന് നടന്ന സമരങ്ങളുണ്ടല്ലോ, അതിന്റെ തുടർച്ച ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. നരേന്ദ്രമോദിയുടെ വിശ്വസ്തനായ ധർമ്മേന്ദ്ര പ്രധാന്റെ വിക്കറ്റ് മാത്രമേ വീണിട്ടുള്ളൂ. ഇനി വരും ദിവസങ്ങളിൽ BJPയെ എക്സ്പോസ് ചെയ്യും ജനങ്ങളുടെ മുഖ്യ. ഇന്നിപ്പോ അവര് നാണം കെട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ 12 വർഷത്തെ അവരുടെ വിദ്യാർത്ഥി വിരുദ്ധ, കർഷക വിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, യുവജന വിരുദ്ധ നയങ്ങളുടെ പ്രതിഫലനമാണ് കഴിഞ്ഞ ദിവസം. ആ പ്രതിഫലനത്തിന്റെ വിജയമാണ് വിദ്യാർത്ഥികൾക്ക് ലഭിച്ചത്, ഇന്ത്യയിലെ ജനതകൾക്ക് ലഭിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ ഈ മറ്റ് വിഷയങ്ങളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് തുടർ സമരങ്ങൾ ഉണ്ടാവും. 10,000 ഈ സമരത്തോടൊപ്പം ഇന്ത്യൻ ജനതയാകെ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റെടുക്കാൻ പോകുന്ന സമരത്തോടൊപ്പം ചേരുമെന്നതിൽ സംശയിക്കേണ്ടതില്ല. ജനങ്ങൾ ചേർന്ന് വരും തന്നെ എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി, വളരെയധികം നന്ദി. ആദർശം സജിയാണ് നമ്മളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തുടക്കം മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള സമരങ്ങൾ ഈ വിദ്യാർത്ഥികളുടെ ഭാവിക്ക് വേണ്ടി, രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടി തുടർ സമരങ്ങൾ ഉണ്ടാകും. അതിനും ഇത്തരത്തിലുള്ള പിന്തുണ, ജനകീയ പിന്തുണ ഉണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു വിക്കറ്റ് കൊണ്ട് ഒന്നും ആവില്ല എന്ന് തന്നെയാണ് SFI പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തായാലും മറ്റു വാർത്തകളിലേക്ക് കൂടി പോവേണ്ടതായിട്ടുണ്ട്.